ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. പല ഐറ്റംസ് കമന്റ് വന്നിട്ടുണ്ട്. അതില് ക്രീമിനെ കുറിച്ചിട്ടും സാജി ചെയ്യുന്ന ക്രീമിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കമന്റുകൾ സാജിദാന്റെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിന്റെ താഴെ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് എന്ന് നോക്കിയപ്പോ മലപ്പുറം മാരിഫ, ഞങ്ങളെ അടുത്ത് ക്രീം ഉണ്ട് എന്ന് പറഞ്ഞ് ക്യാഷ് വാങ്ങിയിട്ട് 3 ആഴ്ച കഴിഞ്ഞു. ലാസ്റ്റ് ക്രീം ഇല്ല, ക്യാഷും തിരിച്ചു കിട്ടിയില്ല. അങ്ങനെ വന്നിട്ടാണ് എന്നോട് കമന്റ് പറഞ്ഞിട്ടുള്ളത്. അത് ആരാണ് എന്താണെന്നുള്ളത് അവൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയും. പിന്നെ അപ്പൊ ഞാൻ എത്ര രൂപയാണ് വാങ്ങിക്കണെന്നുള്ളത് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത്, ഇതിൽ വേറെ ആൾക്കാർ കമന്റ് ഇട്ടുണ്ട്, 3 ക്രീമിന് 3000 രൂപ. അപ്പൊ 3 ക്രീം മിക്സ് ചെയ്തിട്ടാണ് അത് തേക്കുന്നതെന്ന് തോന്നുന്നു. ഒരു ക്രീമിന് 1000 രൂപയാണ് വാങ്ങുന്നവള്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവളെ പോലെ പറ്റിക്കുന്ന ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ടോ? ഇതിന് ക്വാളിറ്റി ഉണ്ടോ? ഇത് ഏത് കമ്പനി ഇറക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെയെങ്കിലും ആക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കണില്ല. അവരായി അവരെ പാടായി. പക്ഷെ അവൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യത്തിനാണ്, സ്വപ്നം കാണുന്നതിനെ പറ്റിയിട്ട്. ഇവളിപ്പോ വലിയ സംഭവമാണെന്നാണ് ഇവളെ വിചാരം. നമ്മളില്ലേ ഒരു തുണി തന്നാല് അത് കട്ട് ചെയ്തിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പൈസ വാങ്ങുന്നത്. അതല്ലെങ്കിൽ നമ്മളടുത്ത് റെഡിമെയ്ഡ് കൊണ്ടുവന്നിട്ട് അതും കൊടുത്തിട്ടാണ് നമ്മൾ പൈസ മേടിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലൊക്കെ മറ്റുള്ളവരുടെ ശരീരത്തിന് കേടുവരേണ്ട രീതിയിൽ എന്തെങ്കിലൊക്കെ സാധനം കെമിക്കൽ കുത്തിക്കലക്കിയിട്ട് അതൊരു ക്രീമാണെന്നും പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ചിട്ട് അതിന് ഡബിൾ ഇരട്ടി പൈസ വാങ്ങിയിട്ട് തിന്നലല്ല. അതിന് ആൾക്കാരുണ്ടാവും ഏക്കാരം, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല, അങ്ങനെ നീയാണ് ചെയ്യുന്നത്. അതിൽ വേറെ ടീമുകൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് പറ്റാഞ്ഞിട്ട് എന്തിനാ മക്കളെ ക്രീം തേക്കുന്നത്, നിറം സ്വഭാവമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറുതെയാണ്, നിറം സ്വഭാവമല്ല ഒരിക്കലും. അപ്പൊ കറുത്ത ആൾക്കാരൊക്കെ കറുത്ത സ്വഭാവമാണെന്നോ? അങ്ങനല്ല. അപ്പോ ഇതില് വേറെ ഒരു ടീം അതിന് മറുപടി കൊടുത്തിന്, ക്രീം കിട്ടാതെ വരുന്നത് നന്നായി, കിട്ടിയിരുന്നെങ്കിൽ അത് തേച്ചിട്ട് ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നിരുന്നു. അപ്പൊ അങ്ങനെയും ആൾക്കാർ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ കമന്റ് വന്നതാട്ടാ. അപ്പൊ അത് വേറെ. അതല്ലാതെ തന്നെ ഒരുപാട് പേര് വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കിളവനെ പോലും, കിളവന്മാർക്ക് പോലും ഇവളെ വേണ്ട, കിളവന്മാർക്ക് പോലും ഇവളെ വേണ്ട. അപ്പൻ സാജി എന്ന് കേട്ടാൽ കിളവന്മാർ പോലും വേണ്ട. അവൾ എന്താണ് കടപ്പുറത്ത് പോയി പയ്യന്മാരെ കണ്ട് വെള്ളം ഇറക്കുന്നത് ഒരു വീഡിയോയിലുണ്ട്. ആരും ഇവളെ ഒരു വിലയും വെക്കുന്നില്ല. ഒരേ കല്യാണത്തിന് അവള് കയറി ചെല്ലുകയാണ്, നാണം കെട്ട ജന്തു. ഇതുപോലെ പലരും പലതും പറഞ്ഞിട്ടുണ്ട്. സാജിദാന്റെ ഭർത്താവ് മരണപ്പെട്ടത് അവന്റെ കഴിവുകേട് കൊണ്ടാണ്. സാജിദാന്റെ ഭർത്താവിന്റെ കഴിവുകേട് കൊണ്ടാണ് ഭർത്താവ് മരണപ്പെട്ടത്. പറയാണ്, കമന്റിലെത്ത ഞാൻ വായിക്കുന്നുണ്ടാ. പിന്നെ അവൾക്ക് 5 മക്കളെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇവളെ തന്നെയാണ്, ഇവളെ സെക്കൻഡ് ഐഡി കൂടെ ഇടണാണ്. 5 മക്കളെ കിട്ടിയിട്ടുണ്ട്. 5 മക്കളെ അവള് പോറ്റുന്നില്ലേ എന്ന്. മക്കളെ അവള് ഇരുന്ന് പോറ്റാണ്. അത് തിന്നാൻ കൊടുത്താലും തിന്നാൻ കൊടുത്തില്ലെങ്കിലും പച്ചവെള്ളം കിട്ടിയാലും അത് അള്ളാഹു റൂഹ് ഏകിയിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയിൽ വളർന്നുകൊണ്ടിരിക്കും. പക്ഷെ മക്കളെ വളർത്തുന്നിടത്താണ് നമ്മളതിന്റെ മികവ്, അല്ലെ? അതിനെന്താണ്, മാതാപിതാക്കൾ അതിന് ചിട്ടയിലും മട്ടത്തിലും നിന്നെങ്കിൽ തന്നെ മക്കൾ നല്ല രീതിയിൽ വളരുള്ളൂ, അല്ലെ? അല്ല മാതാപിതാക്കൾ വായ തോന്നിയത് കിട്ടി വിളിച്ചു പറഞ്ഞിട്ടും തോന്നിയ രീതിയിൽ ജീവിച്ചിട്ടും മക്കളോട് അച്ചടക്കത്തിൽ നല്ല ഇൽമും പഠിക്കാൻ പറഞ്ഞിട്ട് എവിടെ കൊണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അത് നല്ല ഭക്ഷണം കിട്ടാനും അവര് പിന്നെന്താ നമ്മളെ സൗകര്യത്തിനും ഇതാക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ ഇൽമു പഠിച്ചിട്ട് നല്ല രീതിയിൽ വളരണമെങ്കിൽ മാതാവും പിതാവും ആ ഇൽമിനോട് ബന്ധപ്പെട്ടിട്ട് ജീവിക്കണം, ദീനി ചിട്ടയോടെ ജീവിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം. തലേ തട്ടം പറഞ്ഞ അടുത്തു കൂടെ പോകില്ല, തോന്നിയ മാതിരിയാണ്. നിസ്കാരം എന്ന് പറഞ്ഞത് ബാക്കിയുള്ളതൊന്നും നമ്മൾ പറഞ്ഞില്ല, അത് അവരെ അമല്, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്, അത് നമ്മൾ ഇവിടെ പറഞ്ഞില്ല. അപ്പൊ ദീനി ചിട്ട മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ തന്നെയല്ലേ മക്കൾക്കും വരുള്ളൂ. ആദ്യം വീട്ടിൽ നിന്ന് തുടങ്ങേണ്ട കാര്യമാണ്. അല്ല മക്കളെ അടിച്ചേൽപ്പിച്ചിട്ട് ബിരിയാണി നെയ്ച്ചോറൊക്കെ കിട്ടുകൂടാ, പിന്നെ കിടന്നുറങ്ങാനും നല്ല സ്ഥലമുണ്ട്, അപ്പൊ ബുദ്ധിമുട്ടില്ലല്ലോ, പഠിക്കാനുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർ തരുമല്ലോ എന്ന് പറഞ്ഞിട്ട് എവിടെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ എത്തിങ്ങാനെ മറ്റുള്ളവർക്കൊക്കെ കൊണ്ടാക്കി കൊടുത്ത് ദർശനമൊക്കെ കൊണ്ടാക്കി കൊടുത്തിട്ട് ഇവിടെ നമുക്ക് സുഖമായിട്ട് എങ്ങനെയും ജീവിക്കാം. അത് നല്ല ശീലമല്ല. നല്ല ശീലമാണോ അല്ലെന്നുള്ളത് ഞാൻ പറയുന്നത്. അങ്ങനെ നടക്കുന്നുണ്ട്. അതിനാണ് മക്കളെ പോറ്റുക എന്ന് പറയുന്നത്. അതിന് മുന്നത്തെ കാര്യങ്ങളും ബാക്കി നമ്മളെല്ലാവരും കണ്ടും കേട്ട് ഇരുന്ന കാര്യങ്ങളാണ്. മക്കളെ കൊണ്ട് എന്തൊക്കെയാണ് കാട്ടിപ്പിച്ചും ചെയ്യിപ്പിച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്നൊക്കെ ഉള്ളത്. അത് കണ്ടിട്ട് മുൻക് കളിക്കിയതും ഒക്കെ നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോ ഈ മക്കൾ നേമത്താണ് ഭർത്താവിന് ഇങ്ങനെ എന്താണ് കഴിവുകൊണ്ടാണ് അവൻ മരണപ്പെട്ടതെന്ന് പറഞ്ഞ ആ വ്യക്തിനോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എടോ, കഴിവ് കെട്ട എല്ലാ മനുഷ്യരും ആത്മഹത്യ ചെയ്യലാണോ? കഴിവ് കേടെന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്?
പൊന്നുപോലെ മക്കളെ നോക്കി, അവന്റെ കഴിവിനനുസരിച്ച് ഭാര്യന്റെ മക്കളെ അധ്വാനിച്ച് നോക്കുമ്പോൾ ഒരു പ്രസവത്തിന് പോലും സ്വന്തം ഉമ്മാനോട് പൈസ എടുക്കാൻ പറഞ്ഞിട്ടില്ല. അതുവരെ ഇയാളാണ് ഈ 5 പ്രസവത്തിന് എടുത്തതെന്ന് അവളെ വായ കൊണ്ട് തന്നെ അവള് പറയുന്നത്. അത് കഴിവുകേടാ? ഇത്രയും മക്കളായിട്ട് എനിക്ക് മക്കൾ ഭാരാണെന്ന് പറഞ്ഞിട്ട് പ്രസവം നിർത്താൻ ആള് സമ്മതിച്ചിട്ടില്ല. അത് കഴിവുകേടാ? പിന്നെ മനസ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ മനസ്സ് എന്ന് പറഞ്ഞത് എത്ര പവർഫുള്ള്, എത്ര ബോഡി ശക്തിയുള്ള ആളായാലും, എത്ര എന്താ പറയാ ആരോഗ്യവാനായാലും ശരി, മനസ്സ് തകർന്നാൽ പോയി കാര്യം. ഈ മനസ്സ് തകരണമെങ്കിൽ നമുക്ക് വാളുകൊണ്ട് വെട്ടണം എന്നില്ല, തോക്കൊണ്ട് വെടിവെക്കണം എന്നില്ല ആളെ. പക്ഷേ നാവ് കൊണ്ട് ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞാൽ മതി. നാവിന് മൂർച്ചയുള്ള ഒരു സ്ത്രീയുടെ കൂടെ, അല്ല ഒരു പുരുഷന്റെ കൂടെ ഒരു സ്ത്രീ ആയാലും, നാവിന് മൂർച്ചയുള്ള ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും അവരെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, അത് ആ ജീവിച്ചിട്ട് അവിടുന്നാണ്ട് അവർക്ക് മുഴുവനാക്കി പോകുന്നുണ്ടെങ്കിൽ അത് അള്ളാന്റെ ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ്. അതൊരു അള്ളാന്റെ ഒരു റഹ്മത്താണ്, അള്ളാന്റെ ഒരു കാരുണ്യാണ്. നമ്മളെ മനസ്സിന്റെ, നമ്മളൊരു കഴിവനാണ് അത് അള്ളാഹ് തന്നിട്ടുള്ള. സത്യം പറയാലോ. അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. പലരും ആത്മഹത്യ ചെയ്യുന്നതിന്റെ അടിസ്ഥാനമൊക്കെ ഇതൊക്കെ തന്നെയാണ്. മറ്റുള്ളവരോട് നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥ അല്ല, പറയാനായിട്ട് ഉണ്ടാവൂല്ല. അങ്ങനത്തെ രീതിയിലായിരിക്കും നമ്മളിവിടെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നത്. ആ ഒരു കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനോ മറ്റുള്ളവർക്ക് എഴുതി കാണിച്ചു കൊടുക്കാനോ അല്ല വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കാനോ ഒന്നും പറ്റില്ല. ഒരു ദിവസമല്ലല്ലോ, വർഷങ്ങളായിട്ട് രാവും പകലും ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്നല്ലേ. അപ്പം അത് ഒരാൾ ഇന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനി ടൈം നമ്മൾ താന്ന് കൊടുക്കുന്ന ടീം ആരോ, സഹിച്ചു കൊടുക്കുന്ന ടീം ആരോ, അവരെ മെക്കിട്ട് കയറി അവരെ എത്രമാത്രം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണ് തുണ. ഞാൻ പറഞ്ഞത് സാജിദാന മാത്രല്ല, ഞാൻ മൊത്തത്തിൽ പറയാം. അപ്പോ അവിടെ നിന്ന് ചിലര് കുതറി അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രതികരിക്കാനുള്ള ശക്തി കിട്ടും. അപ്പം അവസാനത്തെ ഒരു കുതറലാവും, അതോടുകൂടെ ഇവരുടെ അവസാനത്തെ അറ്റംപ്റ്റ് ആവും, കഴിഞ്ഞു കഥ. പിന്നെ അവർക്ക് ഇവരെ മെക്കിട്ട് കയറാൻ തോന്നൂല. 2, ഇതേപോലെ ആരെങ്കിലും അവനവന്റെ പാടുപാലും നോക്കിയിട്ട് ആത്മഹത്യ ചെയ്യും. അതല്ലാത്ത ആൾക്കാര് വിട്ടുകളഞ്ഞ് അവനവന്റെ തടി നോക്കി മതി ജീവിതം എന്ന് വിചാരിച്ചിട്ട് വേറെ ജീവിക്കും. ഈ 3 രീതിയിലും ആൾക്കാർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോ അങ്ങനെ രണ്ടാമത്തെ രീതിയിൽ രക്ഷപ്പെട്ടു പോയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആഗ്രഹം വിളിച്ചാക്കി കൊടുത്തിട്ട് അള്ളാഹു, അദ്ദേഹം ഒരുപാട് സഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇതും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന് തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കൊടുക്കട്ടെ. നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു ആഗ്രഹം വിളിച്ചാക്കി കൊടുക്കട്ടെ. അവരുടെയും നമ്മളുടെയും എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. എന്തായാലും ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.